നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. എക്സ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരും വളരെ സക്സസ്ഫുൾ ആവുന്നുണ്ട്. എന്നാൽ വേറെ ചിലർ പരാജയപ്പെടുന്നുണ്ട്. ഈ പരാജയപ്പെടുന്നവർക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ്. നമ്പർ 1, ഇവർ ഇതിനെ ഒരു കുട്ടിക്കളിയായിട്ടാണ് കാണുന്നത്. വളരെ ലാഘവത്തോടുകൂടി ബയറെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല, പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. അവര് ലാഘവത്തോടെ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു എടുത്തിയാട്ടക്കാരാണ്, എടുത്തിയാടി ചെയ്യുന്നു. ഒരു വലിയ ഓർഡർ കിട്ടുന്നു, അതിനകത്ത് വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് കാണുമ്പോൾ ബാക്കിയെല്ലാം മറന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ പേയ്മെന്റ് ടേംസോ മറ്റ് എഗ്രിമെന്റിന്റെ ടേംസോ ക്ലോസസോ അതിന്റെ വരായികളൊന്നും മനസ്സിലാക്കാതെ എടുത്തിയാടിക്കൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് പരാജയപ്പെടുന്നു. ഇതാണ് രണ്ടാമത്തെ കൂട്ടർ. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടിന് ആക്ച്വലി കുറച്ച് അറിവുകളാണ് ആവശ്യം. മറ്റേത് ബിസിനസ്സിനും കുറേ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. നിങ്ങളൊരു ഫാക്ടറി ഇടുകയാണെങ്കിൽ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ഷോറൂം ഇട്ട് റീറ്റെയിലാണ് ചെയ്യുന്നെങ്കിൽ റീറ്റെയിൽ ചെയ്യാൻ, ഷോറൂം ഫർണിഷ് ചെയ്യാൻ നല്ല എക്സ്പെൻസ് വരും. പക്ഷേ എക്സ്പോർട്ടിന്റെ കേസിൽ അഡ്വാൻസ് കിട്ടുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ചെലവുകൾ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് ലൈസൻസുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഒരു ബയർ അഡ്വാൻസ് കിട്ടുന്ന കേസിൽ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് നിങ്ങൾക്ക് അറിവിലേക്കായിട്ട്, അറിവിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സ്പോർട്ട് എങ്ങനെ നടക്കുന്നു എന്നും അതിനുള്ള ചതിക്കുഴികൾ എന്താണ്, അതിനുള്ള ഫ്രോഡുകൾ എന്താണ്, ഇതിലൊക്കെ പെടാതെ എങ്ങനെ പോകാമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നേടണം. ആ അറിവിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. മൂന്നാമത്തെ കൂട്ടർ ഇത് ചെയ്യാതെ, അറിവൊന്നും നേടാതെ ഇവർ ചാടിക്കയറി എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ളവരാണ് വീണ്ടും പരാജയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 കാര്യങ്ങൾ പാലിക്കാമെങ്കിൽ, അതായത് ലാഘവത്തോടെ ചെയ്യാതെ ഇരിക്കുക, എടുത്തുകാട്ടക്കാരാവാതെ ഇരിക്കുക, കൂടാതെ ആവശ്യത്തിന് അറിവ് ഇതിനകത്ത് നേടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു എക്സ്പോർട്ടർ ആവാം. എല്ലാവർക്കും ഒരു നല്ല സക്സസ് നേരുന്നു. താങ്ക് യു.